പുറത്തൊരു ഈശ്വരനുണ്ട്, നമ്മളെ കാണാൻ, നമ്മളെ കാക്കാൻ എവിടെയോ ഒരാൾ ഇരിക്കുന്നുണ്ട് എന്നുള്ള അങ്ങനെ ഒരു മണ്ടൻ ചിന്ത സ്വാമി ആവുന്നതിന് മുമ്പ് തന്നെ നമുക്കില്ലായിരുന്നു. കാരണം മതം പഠിപ്പിക്കുന്നത് ഈ മൂല്യങ്ങളെയാണ്. അതിനെയാണ് ഈ ആത്മീയത എന്ന് പറയുന്നത്. മറ്റത് അന്ധമായ അനുകരണങ്ങളാണ്. ഇപ്പോൾ പള്ളിയിൽ പോവുക, അമ്പലത്തിൽ പോവുക, ഇടത്തോട്ട് മുണ്ടെടുക്കുക, അല്ലെങ്കിൽ നിസ്കരിച്ച് തയമ്പുണ്ടാവുക, നെറ്റിയിൽ കുറി എപ്പോഴും ഉണ്ടാവുക. ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലാഭം എന്ന് പറയുന്നത് നിർഭയത്വമാണ്, ഭയരഹിതമായ ഒരു ജീവിതം. മറ്റേതിലെല്ലാം ഭയമുണ്ട്. അപ്പം ഇത് ഏതൊരാൾക്കും ഏറ്റവും ലളിതമായിട്ടുള്ളത് ആത്മീയമായ വഴിയാണ്. നാളെ എന്ന് തീരുമാനിക്കരുത്, ഇപ്പം തന്നെ എന്ന് പറയണം. അങ്ങനെയാണ് ഉപനിഷത്ത് പറയുക, ഇഹ ഇവിടെ ഇപ്പോൾ. നാളേക്ക് എന്ന് പറഞ്ഞാൽ എന്ത് ഗ്യാരണ്ടിയാണ് ഉള്ളത് നാളേക്ക്? അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം. നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള വില്ലുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നു. അപ്പോൾ ഈ സ്ട്രോങ് വില്ല്, ഒരു പൊട്ടൻ എനിക്ക് മുഖ്യമന്ത്രി ആവണമെന്ന് പറയുന്നത് വേറെ, ഒരു പൊളിറ്റീഷ്യനാണ് ആ പൊസിഷനിൽ അല്ലെങ്കിൽ ആ മിനിസ്ട്രി അതിലൊക്കെ ഉള്ള അങ്ങനെ ഒരു ലെവലിലുള്ള ഒരാളാണ് ഈ പണിയെടുക്കുന്നതെങ്കിൽ നടക്കും. അല്ലാതെ ഒരു ഏതോ ഒരുത്തൻ എനിക്ക് മുഖ്യമന്ത്രി ആവണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ പ്രയത്നം വളരെ പ്രധാനപ്പെട്ടതായിട്ടുണ്ട്. അതൊരു ക്രീമാണ്. ആത്മീയത ഇല്ലാതെ മതങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിലനിൽപ്പില്ലാത്തതാണ്. ഇതെല്ലാം നമ്മൾ ബാഹ്യമായ ചിഹ്നങ്ങളാണ്. ഈ ചിഹ്നങ്ങളെ മുറുകെ പിടിക്കുക, ചിഹ്നങ്ങളെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ മതം എപ്പോഴും മൂല്യം നൽകുന്നത് അതിനാണ്. ആത്മീയതയ്ക്ക് മൂല്യം നൽകാറില്ല. എല്ലാ മതങ്ങളും എന്നല്ല, പക്ഷെ മതത്തിലെ പൊതുവായിട്ടുള്ള ആളുകൾ. വാക്കുകളിലൂടെ ചിന്തയെ ഉണർത്തുകയും സംവാദത്തിലൂടെ സമൂഹത്തെ ചോദ്യവും ചെയ്യുന്ന പ്രമുഖ ആത്മീയ ആചാര്യൻ സ്വാമി സന്ദീപാനന്ദഗിരി. നമസ്കാരം സ്വാമി. നമസ്കാരം. അതായത് ഒരു സാധാരണ മനുഷ്യന് എങ്ങനെയാണ് ആത്മീയതയിലേക്കുള്ള ആദ്യ ചുവട് വയ്ക്കേണ്ടത്? ഈ ആത്മീയത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആദ്യ ചുവട് എന്ന് പറയുന്നതും അവസാന ചുവട് എന്ന് പറയുന്നതും നമ്മൾ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ജീവിതമാണ്. മൂല്യങ്ങൾക്ക് ഒരാൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കാൻ തീരുമാനിക്കുമ്പം, മുൻപ് ഒരാൾ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ജീവിച്ചിരുന്നു, അയാൾ അത് മാറി മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുമ്പം ആത്മീയ വഴിയിലാണ്. അതാണ് ആത്മീയത. ശ്രീനാരായണ ഗുരുദേവൻ സിമ്പിളായിട്ട് പറയും, അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം. അപ്പോൾ ഒരാൾ അപരനെയും കൂടെ കൺസിഡർ ചെയ്യുന്നതാണ് ആത്മീയത. സിമ്പിളാണ്. അതൊരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ അത് എങ്ങനെയാണ് പ്രായോഗികമാക്കാൻ പറ്റുന്നത്? അതേ പ്രായോഗികമാവുള്ളൂ. മറ്റതൊക്കെ ഭയപ്പെടുത്തുന്നതാണ്. മറ്റതെല്ലാം മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്ത് ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പം അയാൾക്ക് തന്നെ ഒരു ഭയപ്പാടുണ്ടാവും എപ്പോഴും. മറ്റതെല്ലാം അപകടമാണ്. എന്തും ഇപ്പോൾ ഹിമ തന്നെ എന്തെങ്കിലും ഒരു തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പം ഒരു ഭയപ്പാടുണ്ടാവും. നേരെ മറിച്ച് നമ്മളെപ്പോഴും ശരി ചെയ്യുമ്പോഴോ സുഖമായിട്ട് നമുക്ക് കിടന്നുറങ്ങാൻ പറ്റും. ശരിയല്ലേ? അതാണ് ആത്മീയത. ഹിമ എന്നല്ലേ പേര്. ഇപ്പോൾ ഞാൻ തീരുമാനിക്കുകയാണ് നാളെ തൊട്ട് എനിക്കൊരു ആത്മീയ വഴിയിലോട്ട് പോകണം, അതിന് ആദ്യം ചെയ്യേണ്ട അല്ലെങ്കിൽ ആദ്യം മാറ്റേണ്ട ചിന്താഗതി എന്തായിരിക്കും? നാളെ എന്ന് തീരുമാനിക്കരുത്, ഇപ്പം തന്നെ എന്ന് പറയണം. അങ്ങനെയാണ് ഉപനിഷത്ത് പറയുക, ഇഹ ഇവിടെ ഇപ്പോൾ. നാളേക്ക് എന്ന് പറഞ്ഞാൽ എന്ത് ഗ്യാരണ്ടിയാണ് ഉള്ളത് നാളേക്ക്? അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇത് തന്നെ. ഞാൻ മറ്റൊരാൾക്കും ഒരു ഉപദ്രവവും ചെയ്യില്ല. എൻ്റെ ചിന്ത കൊണ്ട്, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട് ഒന്നും ഉണ്ടാവില്ല. ഈവൻ ഞാനൊരു സോഷ്യൽ മീഡിയ, ഫേസ്ബുക്കോ ട്വിറ്ററോ എന്തിലും ഒരു ബാഡ് കമൻറ്റ് ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. മറ്റൊരാളെ ഹേർട്ട് ചെയ്യുന്ന ഒന്നും ഞാൻ ചെയ്യില്ല എന്ന് തീരുമാനിക്കുന്നതാണ് ആദ്യത്തെ ചുവടുവെപ്പ്. അതെന്തിനാണ് നാളേക്കാക്കുന്നത്? ഇന്ന് തന്നെ ആവാം. എല്ലാ മതങ്ങളും ഈ ആശയം തന്നെയാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ മതവും ആത്മീയതയും എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത്? അത് നല്ല ചോദ്യമാണ്. കാരണം മതം പഠിപ്പിക്കുന്നത് ഈ മൂല്യങ്ങളെയാണ്. അതിനെയാണ് ഈ ആത്മീയത എന്ന് പറയുന്നത്. മറ്റത് അന്ധമായ അനുകരണങ്ങളാണ്. ഇപ്പോൾ പള്ളിയിൽ പോവുക, അമ്പലത്തിൽ പോവുക, ഇടത്തോട്ട് മുണ്ടെടുക്കുക, അല്ലെങ്കിൽ നിസ്കരിച്ച് തയമ്പുണ്ടാവുക, നെറ്റിയിൽ കുറി എപ്പോഴും ഉണ്ടാവുക, ഇതെല്ലാം നമ്മൾ ബാഹ്യമായ ചിഹ്നങ്ങളാണ്. ഈ ചിഹ്നങ്ങളെ മുറുകെ പിടിക്കുക, ചിഹ്നങ്ങളെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ മതം എപ്പോഴും മൂല്യം നൽകുന്നത് അതിനാണ്. ആത്മീയതയ്ക്ക് മൂല്യം നൽകാറില്ല. എല്ലാ മതങ്ങളും എന്നല്ല, പക്ഷെ മതത്തിലെ പൊതുവായിട്ടുള്ള ആളുകൾ.
അത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള അതൊരു ക്രീമാണ്. ആത്മീയത ഇല്ലാതെ മതങ്ങൾക്ക് ശരിക്കു പറഞ്ഞാൽ നിലനിൽപ്പില്ലാത്തതാണ്. പക്ഷേ പല മതങ്ങളും നിൽക്കുന്നത് ആത്മീയത ഇല്ലാതെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഈ ആത്മീയതയെ പറ്റി സംസാരിക്കുമ്പോഴും ഇപ്പോൾ ഉള്ളൊരു ജനറേഷൻ അല്ലെങ്കിൽ യുവതലമുറ ആത്മീയതയിലേക്ക് നിന്ന് അകലുകയാണോ അതൊരു പുതിയ തരത്തിൽ അവർ അതിലേക്ക് കണ്ടെത്തുകയാണോ ചെയ്യുന്നത്? അല്ല, അവർ ഈ ബാഹ്യമായ ഈ പറഞ്ഞ പോലെ ഈ ചിഹ്നങ്ങൾ, അതിൻ്റെ പിറകിൽ ഇപ്പോൾ ക്ഷേത്രം, ആശ്രമം, അതിൻ്റെ പിറകിലൊന്നും അവർ ഓടുന്നില്ല. അവർ മറിച്ച് വാല്യൂസിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെയും പറഞ്ഞുവല്ലോ, മൂല്യങ്ങൾക്ക് പുതിയ ജനറേഷൻ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അവരതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ നിരീക്ഷണം. നമ്മൾ കാണുന്ന യുവാക്കളിലൊക്കെ തന്നെ അവർക്ക് വാല്യൂസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് തന്നെയാണ് ആത്മീയ ജീവിതം എന്നാണ് നമ്മുടെ ഇതിൽ. അല്ലാതെ അയാൾ അമ്പലത്തിൽ പോകുന്നോ, പള്ളിയിൽ പോകുന്നോ, നിസ്കരിക്കുന്നോ ഒന്നും വിഷയമല്ല. അത് നിങ്ങൾ പോയില്ലേ ഒന്നും ആരും കാര്യമാക്കുന്നില്ല. ആളുകളെക്കുറിച്ച് എന്താ പറയുക, അയാൾ നല്ലൊരു മനുഷ്യനാണ്, അയാൾ ഈ അമ്പലത്തിലും അവിടെ ഇവിടെയൊന്നും പോകുന്നില്ല, ആൾ ഡീസൻ്റാണ് അല്ലേ. മറ്റേത് ഇയാളിങ്ങനെ പലയിടത്തും പോകുന്നുണ്ട്, എന്ത് കാര്യമിടൂ, ഇവൻ ഈ സകല ക്ഷേത്രങ്ങളിലും പള്ളികളിലും അവിടെ ഇവിടെയൊക്കെ പോകുന്നുണ്ട്, പക്ഷേ അവൻ മഹാതല്ലിപ്പൊളിയാണല്ലോ എന്നല്ലേ പറയുക. അപ്പോൾ ആത്മീയത സ്വീകരിക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും ഒരു മതത്തിൽ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. മതവും ആത്മീയതയും തമ്മിൽ ബന്ധമൊന്നുമില്ല. അങ്ങനെ നോക്കിയാൽ എല്ലാ മതങ്ങളുടെയും ആകത്തുക എന്ന് പറയുന്നതാണ് ഈ ആത്മീയത. അത് പോസിറ്റീവായിട്ടുള്ള അപരന് ദോഷം ഉണ്ടാക്കാത്ത ജീവിതമാണ്. വേറെ അതിൽ യാതൊന്നും നമുക്ക് ഏച്ചു കൂട്ടാൻ പറ്റില്ല. ആത്മീയവാദി എന്ന് പറഞ്ഞാൽ കാഷായം കൊടുക്കണമെന്നോ ഒന്നുമില്ല. ഏതെങ്കിലും മതചിഹ്നം, ഒരു മതചിഹ്നവുമായി ആത്മീയതയ്ക്ക് ബന്ധമില്ല. അപ്പോൾ ഈ പറഞ്ഞു വരുമ്പോൾ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്താൽ ഒരു സംഭവം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം യുവതലമുറയിൽ കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അത് ശരിക്കും സത്യമാണോ? അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്താൽ നമുക്കൊരു സംഭവം നേടിയെടുക്കാൻ പറ്റും എന്ന് പറയുന്നതിൽ എത്രത്തോളം സത്യമാണ്? 100%. കാരണം ഇപ്പോൾ ഹിമ തീരുമാനിക്കണു, എനിക്ക് ലോകം മുഴുവൻ കാണണം, ലോകം മുഴുവൻ എനിക്ക് യാത്ര ചെയ്യണം. അതിനിപ്പോൾ ഒരുപാട് ലക്ഷങ്ങളൊക്കെ കാശ് ചിലവുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഞാൻ 5 പൈസ ചിലവില്ലാതെ, അതായത് എവിടുന്ന് ഒന്നും മേടിക്കാതെ ഞാൻ ലോകം ചുറ്റും. അതിന് എനിക്ക് വിൽ പവർ ഉണ്ട് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ സാധ്യതകളൊക്കെ ഇങ്ങനെ 1, 2 എന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് വരും. അപ്പം നമുക്ക് ആദ്യം വേണ്ട ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതൊന്നും ഇല്ലാത്തവനെ സംബന്ധിച്ച് എന്തുണ്ടാവാനാണ്? പുതിയ ജനറേഷൻ അതുണ്ട്. ഇപ്പം തന്നെ നോക്കൂ, ഒരു കുട്ടി കലോത്സവത്തിൽ പങ്കെടുക്കാൻ ന്യായമായ ആ കുട്ടിക്ക് പറ്റില്ല. പക്ഷേ ആ കുട്ടി അതിലൊരു സാധ്യത കാണുകയാണ്. ഒന്ന് മിനിസ്റ്ററെ വിളിച്ച് പറഞ്ഞാലോ, സാർ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എനിക്ക് ഓൺലൈനായിട്ടോ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്നെ പങ്കെടുപ്പിക്കാൻ? അപ്പോൾ സാധ്യത തെളിയാണ്. ഓൺലൈനായിട്ട് ആ കുട്ടി ഇന്ന് പങ്കെടുക്കുന്നു തൃശ്ശൂർ കലോത്സവത്തിൽ. സാധ്യതയാണ്. ആത്മീയതയിൽ അങ്ങനെയാണ് പറയാം, പങ്കും ലംഘയതേ ഗിരിം എന്നാണ്. മുടന്തൻ മല കയറും. ഇതിപ്പോൾ കാല് നല്ല ഉള്ളവൻ തന്നെ കയറുന്നില്ല, കാലില്ലാത്ത 2 കാലും ഇല്ലാത്ത ആളുകൾ കയറുന്നുണ്ട്. ഇയാൾ വേണമെങ്കിൽ നമ്മളൊരു ഇത് പറയാം, ഈ നോ ലെഗ്സ് നോ ആംസ് നോ വെറീസ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ ഒരു ഇൻ്റർനാഷണൽ മോട്ടിവേറ്റർ ഉണ്ട്. 2 കൈകളും 2 കാലുകളും ഇല്ല. അയാൾ ലോകത്തിലെ മുഴുവൻ ചെറുപ്പക്കാരെയും മോട്ടിവേറ്റ് ചെയ്യുന്ന ആളാണ്. അയാൾ ചെയ്യാത്ത ഒരു ആക്ടിവിറ്റി ഇല്ല. അയാൾ സ്വിം ചെയ്യും, ഫുട്ബോൾ ചെയ്യും, എല്ലാ സകലതും ഉണ്ട്. നമ്മൾ അത്ഭുതപ്പെടും. 2 കൈയും ഇല്ല, 2 കാലും ഇല്ല, അദ്ദേഹത്തിന് വെറീസും ഇല്ല. അപ്പോൾ സാധ്യമാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതനുസരിച്ച് നമ്മൾ ഒരുപാട് പ്രയത്നങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മളെ ഗോൾ അച്ചീവ് ചെയ്യുന്നതാണ്. അതായത് ചില മാധ്യമങ്ങളിലും ചില സ്വാമി അങ്ങനെയുള്ള ആളുകൾ പറയുന്നുണ്ട്, അതായത് ഈ സമയത്ത് ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്താൽ എനിക്ക് പണം വരും, എനിക്ക് സമ്പത്ത് വരും എന്ന് മാനിഫെസ്റ്റ് ചെയ്താൽ നമ്മുടെ കയ്യിൽ അത് വരാനുള്ള സാധ്യതയുണ്ട്. അത് യൂണിവേഴ്സ് നമ്മളുടെ ഒപ്പം നിൽക്കും. അതിൽ എത്രത്തോളം സത്യമുണ്ട്? അല്ല, ഇയാൾ പറഞ്ഞു വരുന്നത് വല്ല ധനഭൈരവ ആകർഷണ യന്ത്രത്തെക്കുറിച്ചാണെങ്കിൽ അതൊന്നും കിട്ടൂല. അത് നിങ്ങൾ ഒരു യന്ത്രം മേടിച്ച് നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് പോകാന്നല്ലാതെ നിങ്ങൾ പണിയെടുക്കാതെ ഒന്നും കിട്ടില്ല. നിങ്ങൾ പണിയെടുക്കാതെ ഇപ്പം ഞാൻ വെറുതെ ഒരു 10 കിലോമീറ്റർ നടക്കുന്ന കൂട്ടത്തിൽ ഞാനൊരു കാര്യം ചെയ്യാം, കാണുന്ന ബോട്ടിലുകളൊക്കെ, പ്ലാസ്റ്റിക് ബോട്ടിലുകളൊക്കെ എടുത്ത് ഞാൻ ഈ ചാക്കിലിടും. അവസാനം അതിനൊരു 10 രൂപയ്ക്ക് വിൽക്കാൻ പറ്റുമെങ്കിലും നടപ്പുമായി ഇങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഇല്ലാതെ എങ്ങനെയാണ് നമുക്കിത് കിട്ടുന്നത്? അങ്ങനെയുള്ള മൂഢന്മാരാണ് ഈ ധനഭൈരവ യന്ത്രം ഇങ്ങനെയുള്ള തട്ടിപ്പിലൊക്കെ പോയിട്ട്
വീഴുന്നത്. പ്രകൃതി നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈശ്വരൻ നിങ്ങൾക്ക് തരും എന്നൊക്കെ പറയുന്നു. ലോട്ടറി ടിക്കറ്റ് 10 രൂപയുടെ ടിക്കറ്റ് പോലും എടുക്കാതെ ലോട്ടറി അടിക്കുന്നതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. ബേസിക്കായിട്ട് എന്താ വേണ്ടത്? ടിക്കറ്റെങ്കിലും എടുക്കണ്ടേ? ഇയാൾ ടിക്കറ്റും ഇല്ലാതെ അമ്പലനടയിൽ നിന്ന് പ്രാർത്ഥിക്കുക, എനിക്ക് ലോട്ടറി അടിക്കണേ. ഇങ്ങനെയായാൽ അതായത് ഈ 11-11, അതായത് 11:11, ഈ സമയത്ത് നമ്മൾ മനസ്സിലൊരു ആഗ്രഹം വിചാരിക്കുകയും അത് എത്തിച്ചേരാൻ പറ്റി നമ്മൾ അതിന് വേണ്ടി പ്രയത്നിക്കുകയും പ്രയത്നിക്കാതെ തന്നെ, ഇപ്പോൾ ഞാൻ നാളെ ചിന്തിക്കുകയാണ് എനിക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവണം, ഞാൻ 11-11 സമയത്ത് ഇങ്ങനെ ദിവസങ്ങളോളം ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. ആ യൂണിവേഴ്സ് നമുക്കൊപ്പം അതിനൊപ്പം നിൽക്കുമോ? അതുണ്ടാവില്ല. നമ്മൾ ഈ ആൽക്കമിസ്റ്റ് പുസ്തകത്തിൽ പറയുന്നത് അതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ അത് ഇയാൾ സമാനമായിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്. അത് നമ്മുടെ എന്താണ്, ഈ ആൽക്കമിസ്റ്റിലെ നായകനുണ്ടല്ലോ, എന്താ പയ്യൻ്റെ പേരെന്താണ്, സാന്റിയാഗോ. സാന്റിയാഗോ ഈ ട്രഷർ കിട്ടാൻ വേണ്ടിയിട്ട് അവൻ്റെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള വില്ലാണ്. അപ്പോൾ അത് നേടും. അപ്പോൾ അതിൽ പൗലോ കൊയ്ലോൻ്റെ ഒരു വരിയുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള വില്ലുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നു. അപ്പോൾ ഈ സ്ട്രോങ് വില്ല്, ഒരു പൊട്ടൻ എനിക്ക് മുഖ്യമന്ത്രി ആവണമെന്ന് പറയുന്നത് വേറെ, ഒരു പൊളിറ്റീഷ്യനാണ് ആ പൊസിഷനിൽ അല്ലെങ്കിൽ ആ മിനിസ്ട്രി അതിലൊക്കെ ഉള്ള അങ്ങനെ ഒരു ലെവലിലുള്ള ഒരാളാണ് ഈ പണിയെടുക്കുന്നതെങ്കിൽ നടക്കും. അല്ലാതെ ഒരു എന്താ ഏതോ ഒരുത്തൻ എനിക്ക് മുഖ്യമന്ത്രി ആവണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അപ്പോൾ ആ പ്രയത്നം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. തൻ്റെ ആ പൊസിഷൻ അപ്പോൾ താനുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണല്ലോ. അല്ലാത്തതിന് എന്ത് പ്രസക്തിയാണ് ഉള്ളത്?